ഗുരുവിൻ്റെ പ്രസംഗം യുവാവിന് വളരെ ഇഷ്ടപ്പെട്ടു. തിരികെ പോകുമ്പോൾ ഗുരുവിനെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടാണ് യുവാവ് പോയത്. ക്ഷണം സ്വീകരിച്ച ഗുരു സന്ധ്യ മയങ്ങിയതിന് ശേഷമാണ് ഈ യുവാവിൻ്റെ ഭവനത്തിലേക്ക് എത്തുക. ഗുരു യുവാവിനോട് ചോദിച്ചു, താങ്കൾ ഈശ്വരവിശ്വാസിയാണോ? താങ്കൾക്ക് എങ്ങനെയാണ് ഈശ്വര കൃപ ലഭ്യമാവുക? ഒന്നും മനസ്സിലാകാത്ത ഭാവത്തിലാണ് ഈ യുവാവ് അവിടെ നിൽക്കുന്നത്. ഗുരു കൂട്ടിച്ചേർത്തു, നിങ്ങളുടെ അയൽവാസിക്കിന്ന് അത്താഴമില്ല. യുവാവ് പറഞ്ഞു, എനിക്കതറിയില്ലായിരുന്നു. തയ്യാറാക്കി വച്ചിരുന്ന ഭക്ഷണ സാധനങ്ങളും എടുത്തുകൊണ്ട് ഗുരുവും യുവാവും അയൽവാസിയുടെ അടുത്തേക്ക് എത്തുകയാണ്. പട്ടിണി കിടക്കേണ്ടി വരുമായിരുന്ന അയൽവാസിയുമൊത്ത് അത്താഴം കഴിച്ച ശേഷം തിരികെ പോരുമ്പോൾ ഗുരു യുവാവിനോട് പറഞ്ഞു, അയൽക്കാരനെ മനസ്സിലാക്കുവാൻ സാധിക്കാത്തവന് ദൈവത്തെയും മനസ്സിലാവുകയില്ല. സഹജീവികളിൽ ഈശ്വരനെ കാണുവാൻ സാധ്യമാകാത്തവർക്ക് ഈശ്വരാന്വേഷണം ഒരു സാഹസം മാത്രമായിരിക്കും. തൻ്റെ ചുറ്റുവട്ടത്തുള്ള വ്യക്തികളിൽ ഈശ്വര സാന്നിധ്യം ശ്രവിക്കാതെ പലരും ഇന്ന് കാതങ്ങൾക്കപ്പുറത്തേക്ക് ഈശ്വരനെ തേടി അലയുകയാണ്. നിന്റെ ജീവിത ഇടങ്ങളിൽ, ചുറ്റുവട്ടങ്ങളിൽ ഈശ്വര സാന്നിധ്യം അനുഭവിക്കുവാൻ നമുക്ക് സാധ്യമാവണം. നമ്മുടെ സാധാരണ ജീവിതത്തിലും ചുറ്റുവട്ടങ്ങളിലുമൊക്കെ ഈശ്വരനെ ദർശിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാവട്ടെ. സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19 മുതലുള്ള തിരുവചന ഭാഗം. ഉത്ഥാനത്തിന് ശേഷം ഈശോ മിശിഹ ശിഷ്യന്മാരെ സന്ദർശിക്കുകയാണ്. നാം ഓരോരുത്തരും ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ്, ഈശ്വര ദർശനം ആഗ്രഹിക്കുന്നവരുമൊക്കെയാണ്. എന്തുകൊണ്ടായിരിക്കാം നമുക്ക് ഈ ദർശനം സാധ്യമാവാതെ പോവുക, തടസ്സമായിട്ട് വരിക? നമ്മുടെ ജീവിത ഇടങ്ങളിലൊക്കെ നാം ഒരുപാട് വിശ്വാസിയാണ്, ഭക്തനാണ്, ഭക്തയാണെന്ന് പറയാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ യഥാർത്ഥമായും ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ളൊരു ഭക്തിയും വിശ്വാസവും ഒക്കെ എൻ്റെ കൂടെയുണ്ടോ? ആവശ്യക്കാരൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നവനെയാണ് ഈശ്വരൻ ആവശ്യമുള്ളത്. നമ്മുടെ ജീവിത ഇടങ്ങളിലൊക്കെ ചുറ്റുവട്ടങ്ങളെ പരിഗണിച്ചുകൊണ്ട് അവരുടെ കുറവുകളെയും ബലഹീനതകളെയും ഒക്കെ അനുഗ്രഹമാക്കുവാൻ നമ്മളാവും വിധമുള്ള ക്രമീകരണങ്ങൾ ചെയ്യുമ്പോൾ ദൈവം അവിടെ സംപ്രീതനാവും. നമ്മുടെ ജീവിതത്തിലും ഈശ്വര സാന്നിധ്യമുണ്ടാവും. ക്രിസ്തു സാന്നിധ്യത്തിൻ്റെ മക്കളായി മാറുവാൻ, നമ്മുടെ ജീവിത മേഖലയിലേക്കും ഈ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ പവിത്രമാക്കാം. തിരുത്തപ്പെടേണ്ട ജീവിത മേഖലകളെയൊക്കെ തിരുത്തി ചുറ്റുവട്ടങ്ങളിലൊക്കെ ഈശ്വര സാന്നിധ്യം ലഭ്യമാകുവാൻ, തകർന്നു പോകുന്നവരിൽ, ഒറ്റപ്പെട്ടു പോകുന്നവരിൽ, നൊമ്പരം അനുഭവിക്കുന്നവരിൽ, വേദന അനുഭവിക്കുന്നവരിലൊക്കെ ഈശ്വരൻ്റെ മുഖം കാണുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.